എത്ര നാളായി അപ്പനെ കണ്ടിട്ട്? അപ്പനെ ഞാൻ എനിക്ക് തോന്നണോ കൃത്യം ഡേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, 1.5 മാസം 2 മാസം ആയി കാണുമായിരിക്കും. അതായത് ഞാൻ ഹോസ്പിറ്റലിൽ മാത്രമേ പോയി കാണാറുള്ളൂ. അപ്പൻ വയ്യാതാവുന്ന ഘട്ടത്തിൽ ആശയ പരിചരിക്കാൻ കൂടെ ഉണ്ടായിരുന്നോ? ഞാൻ എങ്ങനെ പരിചരിക്കാൻ നിൽക്കാനാണ്? ഞാൻ കൂടുതലും ഡൽഹിയിലായിരിക്കും. പിന്നെ അപ്പൻ ബെഡ് റിഡൻ ആയപ്പോൾ 2021 ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അന്ന് ഈ അരുൺ ആന്റണി അതിലോട്ട് പോയപ്പോഴാണല്ലോ വീണ്ടും ഈ ചോദ്യം വന്നത്. ഈ അരുൺ ആന്റണി ബാബു മാത്യു പി ജോസഫിന്റെ MM മാത്യുവിന്റെ ഊഴം കഴിഞ്ഞപ്പം ഈ അരുൺ ആന്റണി അപ്പനെ ഹൈജാക്ക് ചെയ്തു. അവൻ വീട് വെക്കുമ്പോൾ അപ്പനൊരു മുറി കൊടുക്കും, അപ്പോൾ അപ്പനെ നോക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് നേട്ടങ്ങൾ അവൻ ചെയ്തെടുത്തു. അവനും അവൻ്റെ അമ്മ നിർമ്മല രണ്ടുപേരും CPM മെമ്പേഴ്സാണ്. പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാകുക, അങ്ങനെ സമ്പാദിക്കല്, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് നടക്കുമായിരുന്നു. അപ്പോൾ അപ്പൻ എപ്പോഴും പറയും അരുണിന്റെ വീട്ടിൽ പോകും, അരുൺ വന്നു, അരുണിന്റെ കൂടെ കാറിൽ പോകണു. അത് ഞാൻ ചോദിക്കും ആരാണ് അരുൺ എന്ന് പറയുമ്പോൾ ഞങ്ങളാരും കണ്ടിട്ടില്ല ഈ അരുണിനെ. വിളിച്ചിട്ട് ഈ പാർട്ടി പ്രവർത്തകരെയായിരുന്നു ആ സമയത്ത്. വിശ്വാസം പാർട്ടി പ്രവർത്തകരല്ല, അരുൺ എന്ന് പറഞ്ഞല്ലോ. അരുൺ ഒരു അകന്ന ബന്ധുവാണ്. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അരുൺ. താങ്കളെയാണ് അരുൺ എന്ന് പറഞ്ഞത്. ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു യോജിപ്പില്ലാണ്ടായിപ്പോയി ഞങ്ങളുടെ കുടുംബം. നിർഭാഗ്യവശാൽ അങ്ങനെയൊക്കെ വന്നു. അമ്മയുടെ മരണശേഷം അപ്പന് കൃത്യമായി അമ്മ തന്നെ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. അന്ന് ഞാൻ ഹൈക്കോടതിയിൽ പോയി ഹേബിയസ് കോർപ്പസ് കൊടുത്തപ്പോൾ ഇന്ന് നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന മൂത്ത മകൻ, അയാൾ അന്ന് അഡ്വക്കേറ്റ് ആയിരുന്നു, ഒരു പരിഹാരം എടുക്കണമായിരുന്നു. ആ കുടുംബത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു അമ്മയെ കൊണ്ട് ഒരു പ്രോപ്പർട്ടി ഇഷ്യൂവിൻ്റെ പേരിൽ അമ്മയെ ഒഴിവാക്കാൻ വേണ്ടി തൊടുപുഴ പൈങ്കുളത്ത് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടപ്പം അന്ന് ഇതുപോലെ ഞാൻ ഹൈക്കോടതിയിൽ ഒറ്റയ്ക്ക് ഓടി നടന്നത്. ഇന്നെൻ്റെ പ്രൊട്ടക്ഷന് കൂടെ നിന്ന മകന് അന്ന് 3.5 വയസ്സേ ഉള്ളൂ. ഞാൻ ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നും എന്നെ ഈ പാർട്ടി സഹായിച്ചില്ല. ഞാൻ ലെനിൻ സെന്ററിൽ ഓടിപ്പോയി. ഗോപി കോട്ടമറക്കിലായിരുന്നു അന്ന് ജില്ലാ സെക്രട്ടറി. അയാള് ഗുണ്ടകളെ നിർത്തി കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് വിട്ട ഒരാളാണ് അയാള്. ഇന്ന് പാർട്ടി ഞാൻ അയാളെ നാടകം നടത്തി എന്ന് പറഞ്ഞല്ലോ. തുടക്കത്തിൽ താങ്കൾ പറഞ്ഞല്ലോ നെഞ്ചിലേറ്റിയ പാർട്ടി പ്രവർത്തകർ ലാൽസലാം വിളിച്ചു എന്ന്. ലെൻ സെന്ററിൽ ഇന്ന് കൊണ്ടുപോയി. താങ്കൾക്ക് അറിയാവോ, ലെൻ സെന്ററിൽ നിന്ന് അപ്പനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഒരു രാത്രി അപ്പൻ അവിടെ അഭയം തേടിപ്പോയി. മരിച്ചുപോയ മകൻ എബിയുമായിട്ട്. ഇതൊന്നും കുടുംബ വഴക്കൊന്നും അത്ര നാണക്കെട്ട് പറയാണ്ടിരിക്കേണ്ട കാലഘട്ടത്തിൽ കൂടിയൊന്നുമല്ല നമ്മൾ പോണത്. ജനം അറിഞ്ഞിരിക്കണം. ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു നന്മയോ തിരിച്ചറിവോ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. വീട്ടിൽ വഴക്കെല്ലാം തുടങ്ങി, എന്തോ വാർക്ക് തർക്കന്ന്. അമ്മ എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ താമസിക്കുക. തറവാട് വീടിൻ്റെ അടുത്തൊരു ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പന് ഒരു ദിവസം അപ്പൻ ഞങ്ങളെ കാണാനായിട്ട് KJ ജേക്കബും CN ഉണ്ണികൃഷ്ണൻ അന്ന് MLA ആണ് വന്നു എന്നെ അമ്മയും കാണാൻ. എന്നിട്ട് പറഞ്ഞു കുറേ കാര്യങ്ങൾ അമ്മയെ കാണാനൊക്കെ ആയിട്ട് വന്നതാണ്. പറഞ്ഞു ലോറൻസിനെ നോക്കാൻ ആരും ഇല്ലയെന്ന്. അമ്മ പറഞ്ഞു ഞങ്ങളെ വേണ്ടല്ലോ, പാർട്ടിയാണല്ലോ വലുത്, പാർട്ടി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരാ പറഞ്ഞത് പാർട്ടി ഒന്നും നോക്കാനൊന്നും പോണില്ല. അബിയായിട്ട് വഴക്കിട്ടു. ആ മകൻ മരിച്ചുപോയി. വഴക്കിട്ടിട്ട് അപ്പച്ചൻ ലെനിൻ സെന്ററിൽ ഒരു രാത്രി കിടക്കാൻ പോയ ലെനിൻ സെന്ററിന്റെ കല്ലിടലിന് പങ്കെടുത്തിട്ടുള്ളതാണ് ഞാൻ. ഇന്ന് ഈ തിരുവാതിര നർത്തകൾ ലാൽസലാം വിളിച്ചിട്ട് അപമാനിച്ചിട്ടില്ല. എന്നെ ഒന്നാം തള്ളാൻ വന്നവരൊന്നും അന്ന് അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തറക്കടല് എനിക്ക് തോന്നുന്നു VS സഖാവ് ആയിരിക്കണം സെക്രട്ടറി, EMS സഖാവ് എന്ന് ജനറൽ സെക്രട്ടറി ആയിരിക്കണം. അത് മണമാട്ടിപ്പറമ്പിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടക്കുന്നത്. ആ ലെനിൻ സെന്ററിൽ അപ്പച്ചൻ്റെ തലമുറയും ഒക്കെ കെട്ടിപ്പൊക്കിയതാണ് ലെൻ സെന്ററിൽ. ഒരു രാത്രി അപ്പം കിടക്കാൻ ചെന്നപ്പോൾ പിറ്റേന്ന് അതിരാവിലെ ഗോപി കോട്ടമുറക്കിൽ ഇവിടെ ഇത് പറ്റില്ല എന്നും പറഞ്ഞു. അപ്പൻ തലയും കുമ്പിട്ട് അപ്പൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത്, അന്ന് ലിഫ്റ്റ് ഇല്ല ലെനിൻ സെന്ററിന്, ഇറങ്ങി വന്നു. ഇന്ന് ആ ലെനിൻ സെന്ററിൽ കൊണ്ടുപോയി ആഘോഷം നടത്തിയല്ലോ.